ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഇഫ്താറിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയാകും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അതായത് നമ്മുടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പോളം, അതായത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് ആദ്യം 1 കപ്പ് പിന്നെ 1/2 കപ്പ്, അങ്ങനെ 1.5 കപ്പോളം മൈദപ്പം ഞാനിവിടെ ചേർത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിനെ ബാറ്ററാക്കി റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് ചേർക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു 1.5 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട മുഴുവനായിട്ടും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ് ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പിലും താഴെ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതായത് നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇത്തിരി ലൂസ് വേണം. അത് നമുക്ക് പാനിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള, ചെറുതെടുക്കുകയാണെങ്കിൽ 2 എടുക്കാം, ഞാനിവിടെ വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ അരിഞ്ഞെടുക്കരുത്, കുറച്ച് കനം കുറഞ്ഞ് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ഇതൊന്ന് ഓയിൽ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് വഴറ്റിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ വളരെ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ വഴറ്റിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. അത് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൗഡറാണ്, അതായത് ഫാൻസീഡ് പൊടിച്ചെടുത്തതാണ്. അതൊരു 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ 1 കപ്പാണ് ചേർക്കുന്നത്. നമ്മുടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണത്. അതും കൂടെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചീകി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് പൊടിയായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെ കഷ്ണങ്ങൾ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് മസാലയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 സോസ് കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ്. ഇതിന് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്തിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു പിടി മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്. അതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള ഒരു ദോശ ചുട്ടെടുക്കുകയാണ്. നമ്മൾ ചുറ്റിച്ചെടുക്കല്ല, അതായത് പാൻ വെച്ചിട്ടൊന്നും തിരിച്ചെടുത്താൽ മതിയാകും. കുറച്ച് കട്ടി കുറഞ്ഞിട്ട് വേണം ഇത് ചെയ്തിട്ടെടുക്കാൻ. അത് ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ദോശ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഈ ഒരു സ്നാക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡിയാണ്. അതുപോലെ തന്നെ ചെറിയൊരു ബൗളിൽ 2 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എൻഡൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇതുപോലെ നമ്മൾ ഒരു ദോശ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാനും സെൻറ്റർ വരെ. ഇതിന് ശേഷം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാനും കുറച്ചുകൂടെ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഫില്ലിങ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാണ്. എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാണ്. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാണ്. എണ്ണയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീണ്ടും ഈ ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഈ ഒരു റാപ്പ് ഇതിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും ഈ ഒരു കളർ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതിയാകും. ഇതെല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്